സംസ്ഥാന നേതൃ ക്യാമ്പിന് കൊച്ചിയിൽ തുടക്കമായി. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലേക്ക് പുതിയ പാർട്ടികൾ എത്തുന്നത് ബി.ജെ.പിയുടെ വികസിത കേരളം എന്നുള്ള ലക്ഷ്യത്തിന് ലഭിക്കുന്ന വലിയ പിന്തുണയാണെന്ന് അദ്ദേഹം പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേർന്നുണ്ട്. നിഷ, എന്തായാലും ശക്തമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് ബി.ജെ.പി. കടന്നിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടുന്നത്? വിഷ്ണു, ഇന്ത്യയുടെ സംസ്ഥാന നേതൃ ക്യാമ്പാണ് ഇപ്പോൾ കൊച്ചിയിൽ തുടരുന്നത്. രാവിലെ 10 മണിയോടുകൂടി ആരംഭിച്ച ക്യാമ്പ് 8 മണി വരെയാണ്. എൻ.ഡി.എ സംസ്ഥാന ചെയർമാൻ രാജീവ് ചന്ദ്രശേഖർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ബി.ഡി.ജെ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. എൻ.ഡി.എയിലേക്ക് പുതിയതായി വന്ന ഘടകകക്ഷികളുടെ നേതാക്കളടക്കമുള്ളവർ സംസ്ഥാന നേതൃ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും വിജയ തുടർച്ച അത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകണം. ഇക്കാര്യങ്ങളൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ പ്രധാനമായും ഓർമ്മിപ്പിച്ചത്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ എങ്ങനെ ഒറ്റക്കെട്ടായി എൻ.ഡി.എ മുന്നോട്ട് പോകണമെന്ന കാര്യങ്ങളടക്കം ഈ നേതൃ ക്യാമ്പിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഘടകകക്ഷികളെ അടക്കം ബൂത്ത് തലം മുതൽ ശക്തമാക്കി എൻ.ഡി.എ ശക്തമാക്കാനുള്ള നിർണായക തീരുമാനങ്ങളും ഇന്നത്തെ നേതൃയോഗത്തിലുണ്ടാകും. ഒപ്പം തന്നെ ഈ നാടിന്റെ ചരിത്രത്തിൽ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകും. മാറാത്തത് മാറണം, അതാണ് ലക്ഷ്യം. ആ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഈ എൻ.ഡി.എ ഇത്തവണ മത്സരിപ്പിക്കുന്നത് ജയിക്കാൻ സാധ്യതയുള്ളവരെ മാത്രമാണ് എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമിയെ തലയിൽ വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസും CPM ഒക്കെ. ഈ രണ്ട് പാർട്ടികളും ഇത്രയും കാലം കേരളം ഭരിച്ചു. ഇനിയിപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെ ഒരു മാറ്റമാണ്. ആ തരത്തിലുള്ള മാറ്റം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എൻ.ഡി.എ മുന്നോട്ട് പോകുന്നത്. അതിന് ഈ ബൂത്ത് തലം മുതൽ തന്നെ പാർട്ടിയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഘടകകക്ഷികളെ അടക്കം ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള നിർണായക തീരുമാനങ്ങളൊക്കെ ഈ നേതൃ ക്യാമ്പിൽ ഉണ്ടാകും. എന്തായാലും കൊച്ചി കളമശ്ശേരി ചാക്കോളാസ് കൺവെൻഷൻ സെന്ററിൽ ഇന്ത്യയുടെ നേതൃ ക്യാമ്പ് തുടരുകയാണ്. വിഷ്ണു. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.